ഡിയർ സ്റ്റുഡൻസ്, ഇനി നമുക്ക് സമത്വത്തിൻ്റെ വിവിധ സങ്കല്പങ്ങളെ കുറിച്ച് നോക്കാം. ഇക്വാളിറ്റി, മാർക്സിയൻ കൺസെപ്റ്റ്. സമത്വം മാർക്സിയൻ സങ്കല്പം. ലിബറൽ കൺസെപ്റ്റ്, ഉദാരവാദ സങ്കല്പം. ഇതെന്താണെന്ന് നോക്കാം. ഇക്വാളിറ്റി, മാർക്സിയൻ കൺസെപ്റ്റ്. കാൾ മാർക്സ്, renowned thinker of the 19th century, has formulated an important theory about equality. Marx and his followers rejected the concept of natural equality. He argued that private property and private ownership of economic resources such as oil, land or forests are the causes of inequality. According to Marx, all inequalities are the creation of history. He points out that with the origin of private property, class distinction emerged in the society. The upper class that had control of the means of production began to suppress and exploit the poor. The Marxists and the socialist believers that economic inequality is the cause for the emergence of social inequality. So, in order to eliminate inequality, it is not sufficient to provide equal opportunities to all. Equality can be ensured only if private property and economic resources are put under public control. The Marxists argue that there can be equality only in a communist society where there is no class distinction. അപ്പോൾ മാർക്സിയൻ സങ്കല്പം അനുസരിച്ച് സമത്വം എന്താണെന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ചിന്തകനും മാർക്സിസത്തിൻ്റെ സ്ഥാപകരിലൊരാളുമായ കാർൽ മാർക്സ് സമത്വത്തെക്കുറിച്ച് വിഖ്യാതമായ സിദ്ധാന്തം രൂപപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും, അതായത് മാർക്സും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും സ്വാഭാവിക സമത്വം എന്ന സങ്കല്പത്തെ എതിർത്തു. സ്വകാര്യ സ്വത്ത്, പ്രധാന സാമ്പത്തിക വിഭവങ്ങളായ എണ്ണ, ഭൂമി, വനങ്ങൾ എന്നിവയുടെ സ്വകാര്യ ഉടമസ്ഥാവകാശമാണ് അസമത്വത്തിൻ്റെ കാരണമെന്ന് മാർക്സ് അഭിപ്രായപ്പെട്ടു. മാർക്സിൻ്റെ അഭിപ്രായത്തിൽ എല്ലാ തരത്തിലുള്ള അസമത്വങ്ങളും ചരിത്രപരമായി സൃഷ്ടിക്കപ്പെട്ടവയാണ്. സ്വകാര്യ സ്വത്തിൻ്റെ ഉത്ഭവത്തോടെ വർഗവ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഉൽപാദനോപകരണങ്ങൾ കൈവശപ്പെടുത്തിയ ഉപരിവർഗം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തു. സ്വകാര്യ ഉടമസ്ഥാവകാശം ഈ വർഗത്തെ സമ്പന്നമാക്കുകയും അവർക്ക് രാഷ്ട്രീയ അധികാരവും നൽകി. രാഷ്ട്രനയങ്ങളെയും നിയമങ്ങളെയും സ്വാധീനിക്കാൻ അത്തരം അധികാരം അവരെ പ്രാപ്തമാക്കുകയും ജനാധിപത്യ ഗവൺമെൻറ്റുകൾക്കതൊരു ഭീഷണിയായിത്തീരുകയും ചെയ്തു. സാമ്പത്തിക അസമത്വം സാമൂഹിക അസമത്വങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായെന്നാണ് മാർക്സിസ്റ്റുകൾ പറയുന്നത്. അതിനാൽ അസമത്വം ഇല്ലാതാക്കണമെങ്കിൽ തുല്യ അവസരങ്ങൾ നൽകിയത് കൊണ്ട് മാത്രം കാര്യമില്ല. സ്വകാര്യ സ്വത്ത്, അവശ്യ വിഭവങ്ങൾ എന്നിവ പൊതു നിയന്ത്രണത്തിലായാൽ മാത്രമേ സമത്വം ഉറപ്പുവരുത്താൻ കഴിയൂ എന്നാണ് ഇവരുടെ അഭിപ്രായം. ഇപ്പോൾ എല്ലാ വർഗവ്യത്യാസങ്ങളും ഇല്ലാതാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ മാത്രമേ ജനങ്ങൾക്കിടയിൽ സമത്വം ഉണ്ടാവുകയുള്ളൂ എന്ന് മാർക്സിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടു. നെക്സ്റ്റ്, ഇക്വാളിറ്റി, ലിബറൽ കൺസെപ്റ്റ്. ദ ലിബറൽസ് ആർഗ്യൂ ദാറ്റ് പ്രിൻസിപ്പിൾ ഓഫ് competition is the most efficient and fair way of distributing resources and rewards in the society. The liberals believe that it is the duty of the state to interfere for ensuring minimum standard of life
and equal opportunities to all, but it does not bring equality and justice in the society. The liberals are of the opinion that competition between individuals is the most efficient way of distributing rewards in the society. In their view, as long as competition is open and free, inequality cannot exist in the society. Moreover, people will get due rewards for their talents and efforts. According to the liberals, competition is the most just and efficient method for selecting candidates to educational institutions and jobs. The liberals do not believe that political, economic, and social inequalities are mutually linked. In this case, the opinion of the liberals is entirely different from that of the socialists. സമത്വത്തിൻ്റെ ഉദാരവാദ സങ്കല്പം എന്താണെന്ന് നോക്കാം. മാർക്സിസ്റ്റുകളുടെ സമത്വ സങ്കല്പം നമ്മൾ പറഞ്ഞു. അതിന് നേരെ വിപരീതമായ ഒരു വീക്ഷണമാണ് ഉദാരവാദികൾ അവതരിപ്പിക്കുന്നത്. മത്സരത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സമത്വ സങ്കല്പമാണ് ഉദാരവാദികൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഒരു സമൂഹത്തിൽ വിഭവങ്ങളും പ്രതിഫലങ്ങളും വിതരണം ചെയ്യാനുള്ള ഏറ്റവും കാര്യക്ഷമവും നീതിയുക്തവുമായ മാർഗം മത്സരമാണെന്നാണ് ഉദാരവാദികൾ പറയുന്നത്. എല്ലാവർക്കും മിനിമം ജീവിത നിലവാരവും തുല്യ അവസരങ്ങളും ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രം ഇടപെടണമെന്ന് ഉദാരവാദികൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇതൊന്നും സമൂഹത്തിൽ സമത്വവും നീതിയും കൊണ്ടുവരില്ലെന്ന് അവർ സമർത്ഥിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിലെ മത്സരമാണ് ഒരു സമൂഹത്തിലെ പ്രതിഫലങ്ങൾ വിതരണം ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗമെന്ന് ഉദാരവാദികൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ മത്സരം തുറന്നതും സ്വതന്ത്രവുമായിരിക്കുന്നിടത്തോളം കാലം അസമത്വങ്ങൾ ഉണ്ടായിരിക്കില്ല. അതുമാത്രമല്ല, ജനങ്ങൾക്ക് അവരുടെ കഴിവുകൾക്കും അധ്വാനത്തിനുമനുസരിച്ച് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. കൂടുതൽ കഴിവുള്ളവർ, അതായത് കൂടുതൽ അധ്വാനിക്കുന്നവന് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഉദാരവാദികൾ പറയുന്നത്. അപ്പം രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ പരസ്പര ബന്ധിതമാണെന്ന് ഉദാരവാദികൾ വിശ്വസിക്കുന്നില്ല. ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് സോഷ്യലിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഓരോ മേഖലയിലും അസമത്വങ്ങൾ ഉചിതമായ രീതിയിൽ പരിഹരിക്കണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയപരമായുള്ള അസമത്വം പരിഹരിക്കാൻ ജനാധിപത്യത്തിന് കഴിയും. എന്നാൽ സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് വ്യത്യസ്തമായ മറ്റു തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. അപ്പോൾ ഉദാരവാദ സങ്കല്പം അനുസരിച്ച് സമത്വം, അതായത് സമത്വം സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മത്സരമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മത്സരമാണ്, ജനങ്ങൾക്കിടയിൽ മത്സരം ഉണ്ടാകുമ്പോൾ അവിടെ സമത്വം സ്ഥാപിക്കാൻ സാധിക്കും. കൂടുതൽ അധ്വാനിക്കുന്നവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഉദാരവാദ സങ്കല്പം പറയുന്നത്. ഇനി സോഷ്യലിസം എന്താണെന്ന് നോക്കാം. സോഷ്യലിസം ഈസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി which emerged as a response to the inequalities created by the industrial capitalist system. The main concern of socialism is to minimize the existing inequalities and to distribute the resources equitably. In fact, socialism is not totally against market system, but the advocates of socialism are of the opinion that some kind of regulations and planning by the government is necessary in certain important areas like education and healthcare. Ram Manohar Lohia, an eminent socialist thinker of India, identified 5 types of inequalities. They are inequality between men and women, inequality based on color of skin, inequality based on caste and colonialism, and economic inequality.
സോഷ്യലിസം എന്താണെന്ന് നോക്കാം. വ്യാവസായിക മുതലാളിത്ത വ്യവസ്ഥ സൃഷ്ടിച്ച അസമത്വങ്ങൾക്കെതിരെ ഉയർന്നു വന്ന രാഷ്ട്രീയ സിദ്ധാന്തമാണ് സോഷ്യലിസം. നിലവിലുള്ള അസമത്വങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിനും വിഭവങ്ങൾ നീതിപൂർവം വിതരണം ചെയ്യുന്നതിനുമാണ് സോഷ്യലിസം മുഖ്യ പരിഗണന നൽകുന്നത്. സോഷ്യലിസം പൂർണ്ണമായിട്ടും കമ്പോള വ്യവസ്ഥയ്ക്ക് എതിരല്ല. എങ്കിലും വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം തുടങ്ങിയ ചില പ്രധാന മേഖലകളിൽ ഗവൺമെൻറ് നിയന്ത്രണവും ആസൂത്രണവും ആവശ്യമാണെന്ന് സോഷ്യലിസത്തിൻ്റെ വക്താക്കൾ കരുതുന്നു. അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ വ്യാവസായിക മുതലാളിത്ത വ്യവസ്ഥ സൃഷ്ടിച്ച അസമത്വങ്ങൾക്കെതിരെ ഉയർന്നു വന്ന രാഷ്ട്രീയ സിദ്ധാന്തമാണ് സോഷ്യലിസം. ഇന്ത്യയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായ റാം മനോഹർ ലോഹ്യ 5 തരത്തിലുള്ള അസമത്വങ്ങൾ തിരിച്ചറിയുകയുണ്ടായി. 5 തരത്തിലുള്ള അസമത്വങ്ങളാണ് അദ്ദേഹം പറയുന്നത്. 1. സ്ത്രീ പുരുഷ അസമത്വം. 2. തൊലിയുടെ നിറത്തെ അടിസ്ഥാനമാക്കിയുള്ള അസമത്വം. 3. ജാതീയാധിഷ്ഠിതമായ അസമത്വം. 4. കോളനി വാഴ്ച. 5. സാമ്പത്തിക അസമത്വം. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് എങ്ങനെ നമുക്ക് സമത്വം വളർത്തിയെടുക്കാം എന്നാണ്. ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഇക്വാളിറ്റി? മെയിൻലി there are 3 methods for pursuing equality. They are to establish formal equality. Second one, to establish equality through different treatment. Third, to establish equality through affirmative action. അപ്പോൾ നമുക്ക് എങ്ങനെ സമത്വം വളർത്തിയെടുക്കാം? സമത്വം വളർത്തിയെടുക്കുന്നതിന് പ്രധാനമായിട്ടും 3 മാർഗങ്ങളാണുള്ളത്. 1. ഔപചാരിക സമത്വം സ്ഥാപിക്കുക. 2. വ്യത്യസ്ത പരിഗണനകളിലൂടെ സമത്വം സ്ഥാപിക്കുക. 3. അനുകൂലാത്മക പ്രവർത്തനങ്ങൾ നടത്തുക. ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷിംഗ് ഫോർമൽ ഇക്വാലിറ്റി. The first method of attaining equality is to put an end to the formal system, which includes inequalities and special privileges. Formal equality means equality before laws. There are some customs and legal systems all over the world which protect and retain social, economic, and political inequalities. They deny opportunities and rewards to certain sections of the society. For instance, in several states, the women and the poor people were not allowed to enjoy the right to vote. Women were not allowed to take up any profession or activities outside their house. The caste system in India prevented people from the lower caste from doing any work other than manual work. In order to attain equality, it is highly necessary that all such restrictions or special privileges should be eradicated. It is a fact that many of these provisions have the sanction of law. So, in order to pursue equality, the government should be willing to remove such legal provisions which really establish inequality. That is what our Constitution is doing. The Constitution prohibits all types of discriminations on the grounds of the religion, race, caste, sex, or place of birth. Indian Constitution also abolishes untouchability. ഔപചാരിക സമത്വം സ്ഥാപിക്കുക. സമത്വം കൈവരിക്കുന്നതിന് ഒന്നാമത്തെ മാർഗം അസമത്വങ്ങളും പ്രത്യേക അവകാശങ്ങളും ഉൾക്കൊള്ളുന്ന ഔപചാരിക വ്യവസ്ഥ അവസാനിപ്പിക്കുക എന്നതാണ്. ഔപചാരിക സമത്വം എന്നാൽ നിയമത്തിൻ്റെ മുന്നിലുള്ള തുല്യത എന്നാണ് അർത്ഥം. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസമത്വങ്ങളെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ചില ആചാരങ്ങളും നിയമവ്യവസ്ഥകളും ലോകത്തെല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിലെ ചില വിഭാഗങ്ങൾക്ക് അവ ചിലതരം അവസരങ്ങളും പ്രതിഫലങ്ങളും നിഷേധിക്കുന്നു. അതിന് എക്സാമ്പിളാണ് പല രാജ്യങ്ങളിലും ദരിദ്ര വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും വോട്ടവകാശം നൽകിയിരുന്നില്ല.
അതേപോലെ തന്നെ വീടിന് പുറത്തുള്ള ജോലികളിൽ ഏർപ്പെടുന്നതിന് മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല. ഇന്ത്യയിലെ കീഴ്ജാതിക്കാർ കായിക വേലകളല്ലാതെ മറ്റു തൊഴിലുകൾ ചെയ്യുന്നതിന് ജാതി വ്യവസ്ഥ വിലക്കിയിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം കൈവരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും വിലക്കുകളും പ്രത്യേക ആവശ്യങ്ങളും അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും വിലക്കുകളും പ്രത്യേക അവകാശങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ സമത്വം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവയിൽ പല വ്യവസ്ഥകൾക്കും നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. അതിനാൽ സമത്വം സ്ഥാപിക്കണമെങ്കിൽ അസമത്വമുണ്ടാകുന്ന ഈ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റും നിയമങ്ങളും അവസാനിപ്പിക്കണം. ഇന്ത്യൻ ഭരണഘടനയും അതുതന്നെയാണ് ചെയ്യുന്നത്. ജാതി, മതം, വംശം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ പേരിലുള്ള എല്ലാ വിവേചനങ്ങളെയും ഇന്ത്യൻ ഭരണഘടന നിരോധിക്കുന്നു. അയിത്താചരണവും ഭരണഘടന നിരോധിച്ചിട്ടുണ്ട്. ഇനി സമത്വം സ്ഥാപിക്കാനുള്ള രണ്ടാമത്തെ മാർഗമാണ് വ്യത്യസ്ത പരിഗണനകളിലൂടെയുള്ള സമത്വം. ഇക്വാളിറ്റി ത്രൂ ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ്റ്. We have already seen that formal equality or equality before law is the first step towards the attainment of equality. But this is not sufficient to realize the principle of equality. Sometimes different treatment is necessary for ensuring equal rights to the people. For example, for the disabled people, there should be special arrangements for getting entry to public places. Then only they will get equal chance with others to enter public places. Similarly, women working at night in the call centers should be given special protection during their journey to and from the center. We have seen that along with identical treatment, different treatment is also necessary for establishing equality. In certain countries, in order to ensure equality of opportunity, affirmative actions are used. The reservation policy in India is an example for this. വ്യത്യസ്ത പരിഗണനകളിലൂടെയുള്ള സമത്വം. അപ്പോൾ ഔപചാരിക സമത്വം അഥവാ നിയമത്തിന് മുന്നിലുള്ള തുല്യത സമത്വം കൈവരിക്കാൻ ആവശ്യമായ ഒന്നാമത്തെ മാർഗമാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ സമത്വമെന്ന തത്വം സാക്ഷാത്കരിക്കാൻ അത് മാത്രം പോരാ. ജനങ്ങൾക്ക് തുല്യ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് ചിലപ്പോൾ അവരെ വ്യത്യസ്ത രീതിയിൽ പരിഗണിക്കേണ്ടതായിട്ട് വരും. ഈ ലക്ഷ്യത്തിനായി ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ചില വ്യത്യാസങ്ങൾ കണക്കിലെടുക്കേണ്ടി വരും. അപ്പോൾ വ്യത്യസ്തരായിട്ട് കാണേണ്ടി വരും. ഉദാഹരണമായിട്ട് അംഗവൈകല്യമുള്ള വ്യക്തികൾക്ക് ചില പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയാൽ മാത്രമേ അവർക്കതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയാൽ മാത്രമേ മറ്റുള്ളവരോടൊപ്പം പൊതുകെട്ടിടത്തിൽ പ്രവേശിക്കുന്നതിന് അവർക്ക് സാധിക്കുകയുള്ളൂ. അതേപോലെ കോൾ സെൻ്ററുകളിൽ രാത്രി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകളിൽ പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സമത്വം സ്ഥാപിക്കുന്നതിന് തുല്യ പരിഗണനയോടൊപ്പം വ്യത്യസ്ത പരിഗണനയും ആവശ്യമാണെന്ന് മനസ്സിലായല്ലോ. ചില രാജ്യങ്ങൾ അവസര സമത്വം ഉറപ്പുവരുത്തുന്നതിന് അനുകൂലാത്മക നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഇന്ത്യയിലെ സംവരണ നയം ഇതിന് ഉദാഹരണമാണ്. ഇനി അനുകൂലാത്മക നടപടി അഫർമേറ്റീവ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. Affirmative action is another method to pursue equality. Even though formal equality can be established through laws, it is not sufficient to attain equality. This condition is the basis of affirmative action. If we want to eliminate inequalities which are deep-rooted in the society, it is necessary to take some creative or affirmative measures to minimize or eliminate them. Most of the affirmative actions
are designed to correct and eliminate the cumulative effect of past inequalities. സമത്വം വളർത്തിയെടുക്കാനുള്ള മറ്റൊരു പ്രധാന മാർഗമാണ് അനുകൂലാത്മക നടപടി. നിയമം മുഖേന ഔപചാരിക സമത്വം സ്ഥാപിക്കാമെങ്കിലും സമത്വം കൈവരിക്കുന്നതിന് അതുമാത്രം പോരാ എന്ന ആശയമാണ് അനുകൂലാത്മക നടപടിയുടെ അടിസ്ഥാനം. സമൂഹത്തിൽ വേരുറപ്പിച്ചിട്ടുള്ള അസമത്വങ്ങൾ ഇല്ലായ്മ ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവ ലഘൂകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള ചില ക്രിയാത്മക നടപടികൾ അഥവാ അനുകൂലാത്മക നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ മുമ്പ് വേരുറപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളുടെ ഫലത്തെ തിരുത്തുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനുമാണ് അനുകൂലാത്മക നടപടികൾ ഭൂരിഭാഗവും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അനുകൂലാത്മക നടപടികൾ പലതരത്തിലും രൂപത്തിലുമുണ്ട്. ഇപ്പോൾ അവശ്യ സമുദായങ്ങൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള മുൻഗണനാത്മകമായ ചെലവ് ഇതിൻ്റെ ഒരു രൂപമാണ്. അതുപോലെ തൊഴിലുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും നൽകുന്ന പ്രത്യേക പരിഗണനയും അനുകൂലാത്മക നടപടിയുടെ മറ്റൊരു രൂപമാണ്. There are different types of affirmative actions. Giving priority to the expenses for giving scholarship and hostel facilities to the weaker sections of the society is one of the forms of affirmative action. Similarly, giving special reservation for getting jobs and admission to education institutions is another form of affirmative action. അതേപോലെ തന്നെ സ്കോളർഷിപ്പും അതേപോലെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ അനുകൂലാത്മക നടപടിയുടെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെയാണ് തൊഴിലുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും നൽകുന്ന പ്രത്യേക പരിഗണന അനുകൂലാത്മക നടപടിയുടെ മറ്റൊരു രൂപമാണ്. അപ്പോൾ ഇത്രയാണ് സമത്വം വളർത്തിയെടുക്കാനുള്ള മാർഗങ്ങൾ. ഹൗ ക്യാൻ വി പ്രൊമോട്ട് ഇക്വാളിറ്റി? ഇപ്പോൾ സമത്വം വളർത്തിയെടുക്കുന്നതിനുള്ള 3 മാർഗങ്ങളാണ്. 1. ഫോർമൽ ഇക്വാളിറ്റി, ഔപചാരിക സമത്വം സ്ഥാപിക്കൽ. 2. ഇക്വാളിറ്റി ത്രോ വ്യത്യസ്ത പരിഗണനയിലൂടെയുള്ള സമത്വം. 3. ഇക്വാളിറ്റി ത്രോ അഫർമേറ്റീവ് ആക്ഷൻ, അനുകൂലാത്മക നടപടികൾ.